ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ്. കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെ ഈ പ്രോക്കളൽ എന്ന് പറയുന്ന ചാനൽ കൂടെ നിങ്ങളെ കണ്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിൽ കുറച്ച് പരിപാടിയും അതുപോലെ ആ നാട്ടിൽ ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഗൈസ്. ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് വന്നതാണ്. ഞാൻ ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ തൊട്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. എന്നാലും അതൊക്കെ വിടുക, ഹോം ടൂർ കാണിക്കുന്നത്. അപ്പം അന്ന് തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ ഒരു വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം കുറച്ച് കമൻസ് വന്നു, ബ്രോ ഉള്ളത് ചെറുതായിക്കോട്ടെ, അത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കമൻസ് ഞാൻ ഒരിക്കലും അതൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല. എനിക്ക് മുന്നോട്ട് പോകണമെന്നുള്ളൊരു തോന്നൽ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് തോന്നി ചെയ്തൊരു വീഡിയോ ആണ്. സോ ഞാൻ സിമ്പതിയായിട്ട് വന്ന കമൻസ് ഒന്നും ഞാൻ എൻ്റെ ഉള്ളിലോട്ട് എടുത്തില്ല. ഞാൻ മറ്റേ കമൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോ ഉള്ളത് ചെറുതാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള സാധനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല ഗീസ്, വീട് വയ്ക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഒന്നും ഇപ്പോൾ എനിക്കില്ല. കാര്യം എൻ്റെ പുതിയ തുടക്കമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആവാറായി. അപ്പോൾ ഈ 3 മാസം മാത്രമേ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളൂ. അപ്പോൾ ഈ 3 മാസം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ചെറിയൊരു കാർ ഷെഡ് പോലൊരു സംഭവം ഈ സൈഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. കാര്യം ഇവിടെ പഴയ ഷെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പൊളിച്ച് ഞാനും യാസീനും വാപ്പായും ഉമ്മായും നമ്മുടെ അർണനും എല്ലാവരും കൂടെയൊക്കെ നിന്നിട്ട് ഇതൊക്കെ അത്യാവശ്യം ഈ സൈഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ആഴ്ച നമ്മുടെ പയ്യന്മാരെല്ലാവരും ഫ്രീ ആണ്, ഞായറാഴ്ച. അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്നിട്ട് ചെറുതായിട്ട് നമുക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ പെയിൻ്റ് നല്ല ഗീസ്, നമ്മുടെ ഈ വൈറ്റ് ഈ ഒരു പെയിൻ്റൊക്കെ ഞാനും ഉമ്മായും വാപ്പായും അനിയനും കൂടെ മാത്രം, നമ്മൾ 4 പേര് മാത്രം നിന്നിട്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അടിച്ച പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഓടും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. കാര്യം അതിൻ്റെ അടിഭാഗമൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് ചവിട്ടുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. ബാക്കി കാണുമ്പോൾ ചെറുതാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഇതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ സൈഡ് ഫുള്ള് പൊളിച്ചിട്ടിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് കണ്ടു നോക്കുക. അപ്പോഴത്തേക്കും അതിനുശേഷം ഇവിടുത്തെ മാറ്റങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്, മുമ്പ് എങ്ങനെയായിരുന്നു നോക്ക്. സ്റ്റാർ യാസീൻ സ്റ്റാർ പൂക്കൾ പൂക്കും തരുണം മാറുയിരേ പാർത്തതാരുമില്ലേ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ വീട്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എനിക്കിത് അത്യാവശ്യം ക്യൂട്ടായിരിക്കും. ചെറിയ വീടാണെങ്കിൽ അത് ക്യൂട്ടായിട്ട് കൊണ്ടു നടക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. കാര്യം ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യത്തെ 2 ദിവസം നിങ്ങൾ പറയും പാവം കള്ളം ബ്രോ എന്നൊക്കെ പറയും. സിമ്പതി 2 ദിവസം സിമ്പതി ആയിരിക്കും. 3-ാമത്തെ ദിവസം പറയും ബ്രോ നീ അതൊക്കെ റെഡിയാക്കുമെന്ന് പറയും. സോ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ഇതൊക്കെ അത്യാവശ്യം റെഡിയാക്കിയിട്ട് ഉള്ളിൽ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ എനിക്ക് 22 വയസ്സാണ് കേസ്. അപ്പം ഞാൻ എൻ്റെ 18ാമത്തെ ബർത്ത്ഡേ തൊട്ട് ഞാൻ ഇവിടെ ഇല്ല. എന്നെ അറിയാമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നവർക്കാണെങ്കിൽ അറിയാം. നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേസ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയാം, ഞാൻ എൻ്റെ 18ാമത്തെ ബർത്ത്ഡേക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ 22ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ തിരിച്ചു വരത്തില്ല. പക്ഷേ എനിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഒരു 3 മാസത്തിൽ എനിക്കിത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ എൻ്റെ കോൺഫിഡൻസ് ഇപ്പോൾ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുകയാണ് കേസ്. എന്താണെന്ന് അറിയത്തില്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് എൻ്റെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേസ്. അത് നിങ്ങളെ എത്ര പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ചെറിയ വ്ളോഗ്സൊക്കെ എൻ്റെ സെക്കൻഡ് ചാനൽ ഇടുന്നുണ്ട്. നമ്മുടെ യാസിൻ്റെ വീട് വൃത്തിയാക്കാൻ പോകുന്നതായിക്കോട്ടെ, നമ്മുടെ കമ്പത്തിൻ്റെ ബർത്ത്ഡേ, ക്ലബ്ബ് വൃത്തിയാക്കുന്നത്, ക്ലബ്ബിലത്തേക്ക് സാധനങ്ങൾ മേടിക്കുന്നത്, അതുപോലെ നാട്ടിലെ കുറച്ച് വിഷയം സർപ്രൈസ് ആയിട്ട് കൊണ്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനൽ വ്ളോഗൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ ഹാപ്പിയാണോ അല്ലേ എന്ന്. ഞാൻ പഴയതിനേക്കാളും ഹാപ്പിയാണെങ്കിൽ സത്യമായിട്ടും. പിന്നെ ഏത് വീഡിയോയിലും 1-2 കമൻസ് എങ്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് പോയി വിസിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല ഗീസ്. കാര്യം എനിക്ക് അതൊന്നും നിങ്ങൾ ആ ഒരു സംഭവം പ്രതീക്ഷിക്കാൻ വേണ്ട. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. ഞാൻ ചിലപ്പോൾ പോവും, എന്നെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവും. അല്ലാതെ
വീഡിയോ എടുക്കാനോ അങ്ങനെ ഒരു സംഭവമൊന്നും ഇനി കാണത്തില്ല. എന്നിരുന്നാലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഗീസ് ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ബാക്കി ഒന്നും പറ്റത്തില്ല ഗീസ്. ഞാൻ ഇത്രയും പറയണമെങ്കിൽ എന്തെങ്കിലും കാണും. എന്നാലും ശരി മിസ് ചെയ്യുന്നുണ്ട് ഗീസ് നിങ്ങളെക്കാളും. ഞാൻ ആ ഒരു ദിവസങ്ങളും അല്ലെങ്കിൽ ഞാനും വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോഴായാലും ഞാൻ മിസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ വക്രീനെയാണ്. എന്താണെന്നറിയില്ല, ഞാൻ എൻ്റെ ഒരു അനിയനെ പോലെ കണ്ടതാണ്. അനിയനെ പോലെ തന്നെയാണ് ഇപ്പോഴും കേസ് കാണുന്നത്. കണ്ടതെന്ന് പറയുന്നില്ല, കാണുന്നത്. പക്ഷേ അവനുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടി അതൊന്നും പറ്റിയ സിറ്റുവേഷൻ അല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പേര് അത് വക്രി തന്നെയാണ്. എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ചായക്കടയായാലും അവിടുത്തെ ആംബിയൻസ് ആയാലും കാര്യങ്ങളായാലും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല കേസ്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതായത് എൻ്റെ വീടും എൻ്റെ വീട്ടുകാരും മാത്രമൊക്കെ ആയിട്ട് ഒരു ഫാമിലി വ്ളോഗ് ടൈപ്പായിട്ട് ഒതുങ്ങിക്കൂടുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണ് സംഭവിച്ചത്. പയ്യന്മാരായിക്കോട്ടെ, ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ചേരികൾ പോലെ, ചേരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ ഏജിലുള്ള ഒരു സെറ്റ്, പിന്നെ അതിന് താഴെയുള്ള പയ്യന്മാർ, അതായത് ഇപ്പം നമ്മുടെ അച്ചു അവരൊക്കെ വേറൊരു ടീം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും ഒരുമിച്ചാണ് കേസ്. ആ ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്ത് ശ്രമിച്ചതിൻ്റെ വെറും ഒരു 10% മാത്രമേ ഞാനിവിടെ ശ്രമിച്ചുള്ളൂ. കാര്യം എനിക്കപ്പുറം എന്നെക്കാൾ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ അവരുടെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൂടെ നിന്നപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇനി മുമ്പോട്ടും ഞാൻ ഹാപ്പിയാണ്, എൻ്റെ വീട്ടുകാർ ഹാപ്പിയാണ്, എൻ്റെ കൂട്ടുകാർ ഹാപ്പിയാണ്, ഇനി അവരുടെ വീട്ടുകാർ ഹാപ്പി ആവണം. ഞാനിവിടെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടത് നമ്മുടെ നാട്ടിൽ ജനിച്ചുകൊണ്ട് രക്ഷപ്പെടില്ല, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ മാറ്റണം. നമ്മുടെ നാട്ടിൽ ജനിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പയ്യന്മാരാണെന്ന് പറയാനായിട്ട് ഇവർക്ക് ഭയങ്കര ഒരു അങ്ങനെ പറയിപ്പിക്കണം കേസ്. അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ഞാൻ സെൽഫിഷാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്, പക്ഷേ അവരൊന്നും എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നായിരിക്കും ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഒരിക്കലും ചിന്തിക്കാറില്ല. സോ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഹാപ്പിയാണ് കേസ്, ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ ഈ സൈഡ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വൃത്തിയാക്കി കേസ്. ഇഷ്ടംപോലെ വേസ്റ്റുകളുണ്ടായിരുന്നു, ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ അനിയനൊക്കെ സ്വഭാവം പറഞ്ഞാൽ ഒന്നും കളയത്തില്ല കേസ്. എല്ലാം ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പൂഴ്ത്തി വെച്ചേക്കും. ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. സോ അതെല്ലാം നമ്മൾ പൊളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ ആക്കി കേസ്. പിന്നെ എനിക്കൊരു ഹെൽപ്പ് വേണം. അതായത് നമ്മുടെ ഈ വാൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ഈ ഷോപ്പിലും അതുപോലെ വീട്ടിലൊക്കെ സൈഡിൽ മറ്റേ പെയിൻറ്റിങ് ചെയ്യുന്ന പയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, വാളിലൊക്കെ നമ്മുടെ വാളിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന പയ്യന്മാരുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു കാര്യം ചെയ്യാനായിട്ടാണ്. നമ്മുടെ ചെറിയ വ്ളോഗ്, ഡെയിലി വ്ളോഗൊന്നും എനിക്കിപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഇടാൻ പറ്റത്തില്ല. നമ്മുടെ ചെറിയ വ്ളോഗൊക്കെ സെക്കൻഡ് ചാനൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും സെക്കൻഡ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സർപ്രൈസ് വിസിറ്റൊന്നും കാണത്തില്ല, അങ്ങനെയുള്ള കമൻസ് ഒന്നും ഇടണ്ട ഗീസ്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ എൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടെ നിൽക്കാം, അല്ലാത്തവർക്ക് നിങ്ങളുടേതായ രീതിക്ക് ചെയ്യാം. ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗീസ് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച് വ്ളോഗായിട്ട് മുന്നോട്ടുള്ള വീഡിയോസായിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ ഗീസ്. ലവ് യു ആൾ. ടാറ്റാ.